ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വിസ്മയ ദേവദാസ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഐലീനർ ഒരു മിനിറ്റിൽ എങ്ങനെ സിമ്പിളായി എന്ന നല്ല ഭംഗിയിൽ എങ്ങനെ പെട്ടെന്ന് എഴുതാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അത് ഒരു മെത്തേഡിലല്ല, രണ്ട് മൂന്ന് നാല് മെത്തേഡിൽ എഴുതി കാണിക്കാം. ഇതൊക്കെ ഒരു സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാവും, എന്നാലും എൻ്റെ രീതിയിൽ ഒന്നുകൂടി സിമ്പിളായി എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ മറ്റേ ഐലൈനർ അല്ല എടുക്കണത്, മറ്റേ നമ്മുടെ ഇതിലുള്ള ഐലൈനർ അല്ല, ഈ ഒരു ട്യൂബ് പോലത്തെ ഒരു സംഭവമാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് വെച്ചിട്ടാണ് ഞാനെപ്പോഴും ഐലൈനർ എഴുതാറുള്ളത്. അപ്പോൾ സൗണ്ടിൻ്റെ നല്ല പ്രശ്നമുണ്ടാവും, മൈക്കില്ല നമുക്ക്, പിന്നെ സ്റ്റാൻഡില്ല. അപ്പോൾ നമ്മൾ ജനാലയുടെ ഇവിടെയാണ് ഫോൺ വെച്ചേക്കണത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ക്യാമറ ഇവിടെയാണ് വരുന്നത്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ വിചാരിക്കരുത്. എനിക്കിവിടെ കണ്ണാടിയില്ല, ഞാനപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റുമോ നമുക്ക് ശ്രമിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് എഴുതാം ഗൈസ്, എഴുതി തുടങ്ങാം. ഞാൻ ആദ്യം ചെറിയൊരു വാലിട്ട് ചെറുത്, ഞാൻ അങ്ങനെ മാച്ചിട്ട് കാണിക്കാനല്ല ഉദ്ദേശിക്കണത്. ആദ്യം ചെറുത്, അങ്ങനെ അടിയിൽ എഴുതി കാണിക്കുന്നില്ല ഞാനിപ്പോൾ. മേലത്തെ അടിയിൽ എഴുതി കാണിക്കാൻ വേണമെങ്കിൽ നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ, അപ്പോൾ നിങ്ങൾക്കിത് കാണുമോ എന്തോ. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ണാടി എടുത്ത് വെച്ചിട്ട് എഴുതാൻ നല്ലത്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ മിറർ വെച്ചിട്ട് അവിടെ നിന്ന് എഴുതാം. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ മിറർ എടുത്ത് ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ണാടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ കണ്ണാടിയാണ്, ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ കണ്ണാടി. ഇതിപ്പോൾ എൻ്റെ ക്യാമറ ബാക്കിൽ ആകെ പൊട്ടി പാടായിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളത് നോക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഞാൻ കണ്ണാടി മടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ എഴുതാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് എഴുതി കൊടുക്കാം. കണ്ടോ ഗൈസ്, പിരികം കുഴിയുന്നുണ്ട്. ഓക്കെ, എന്തോട്ടെ. ഗൈസ്, നിങ്ങൾക്ക് കാണാനില്ലേന്നാവും. ഇതിപ്പോൾ അടുത്തതുകൊണ്ട് എഴുതി കഴിഞ്ഞ് കാണും. ഞാൻ ഈ അതിനേക്കാൾ ഒന്നുകൂടി ബ്ലാക്ക് ഇട്ട് ഇതിനാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെച്ചെഴുതാം. രണ്ടും കണക്കാ തോന്നുന്നു ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാനിപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ച് കാണുമോയെന്ന് എനിക്കറിയില്ല ഗൈസ്. കേട്ടോ,
അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായി എഴുതാൻ പറ്റിയൊരു മെത്തേഡാണ് ഇങ്ങനെ. ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക, പിന്നെ ഇതിങ്ങനെ ഈ കുറച്ച് മേലോട്ടാക്കിയിട്ട് വാലിടുക, ഈ സൈഡിലേക്ക് ഇടാണ്ട്. അപ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ ഇവിടെ ഈ മൂലയ്ക്ക് ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഈ രണ്ട് ഭാഗത്ത് ഒരു കാണാനില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു നിങ്ങൾ. ഇത് രണ്ടാമത്തെ മെത്തേഡ്. നെക്സ്റ്റ് വന്നിട്ട് കുറച്ചും കൂടി വീതിയിൽ നമുക്ക് എഴുതാം. ഇതിപ്പോൾ എനിക്ക് അങ്ങനെ ഇടുമ്പോൾ എനിക്ക് കറക്റ്റ് കാണാനാണ് ഞാൻ വിളിച്ചത്. ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. കുഴപ്പമൊന്നുമില്ല അല്ലേ, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. ഇനി ഇതിപ്പോൾ സിമ്പിളായിട്ട് എഴുതാൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഒരു 10 മിനിറ്റ് അല്ല 10 സെക്കൻഡ് പോലും വേണ്ട. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ.